പ്രകാരം മാത്രം സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴികൾ മുഴുവനും രേഖപ്പെടുത്തി, അന്നു തന്നെ രേഖപ്പെടുത്തി. അപ്പൊ രേഖപ്പെടുത്തേണ്ടത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഓർമ്മ വെക്കേണ്ടത് ഓർമ്മ വെച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും കൃത്യമായി പിൽക്കാലത്തേക്ക് പകർന്നു ലഭിച്ചു, ഒന്നും വിട്ടുപോയില്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈ ലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് എൻ്റെ ഈ രേഖയാണ്. ആ രേഖയുടെ പേര് അസ്സഹീഫത്തു സ്സാദിഖ, സത്യവേദം അല്ലെങ്കിൽ സത്യഗ്രന്ഥം എന്നാണ് അതിൻ്റെ പേര്. അതുള്ളത് കൊണ്ട് ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇതിലുള്ള മുഴുവൻ കാര്യങ്ങളും സമിഅ്തു ബിഉദ്നായ വറഅയ്തു ബിഐനായ, ഞാൻ എൻ്റെ രണ്ട് കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതും കാതുകൊണ്ട് നേരിട്ട് കേട്ടതുമല്ലാതെ ഒന്നും ഇതിലില്ല. ഇതിലുള്ളത് മുഴുവനും ബൈനീ വബൈന റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും എൻ്റെയും ഇടയിൽ ഒരിടനിലക്കാരനുമില്ലാതെ രേഖപ്പെട്ട കാര്യങ്ങളാണ്, നേരിട്ടറിഞ്ഞതാണ്, ഒന്നും ഇടയാളനുള്ളതല്ല. ഈ രൂപത്തിൽ ചരിത്രം സമ്പൂർണമാണ്. ഈ നിലക്ക് ചരിത്രം രേഖപ്പെട്ട ഒരു നേതാവിനെ വേറെ ആരെയാണ് പറയാനുള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോകത്തുള്ള ഭരണാധികാരികളെല്ലാം വിചാരിച്ചു, എല്ലാ ഗവൺമെന്റ് ഓർഡറിലും എന്റെ ഫോട്ടോ ഉണ്ടായാൽ ജനങ്ങൾ എന്നെ മറക്കൂല, എല്ലാ ഗവൺമെന്റ് ഓഫീസിലും എന്റെ ഫോട്ടോ ഉണ്ടായാൽ ജനങ്ങളെക്കാലത്തും ഓർക്കും, എല്ലാ കറൻസിയിലും എൻ്റെ ഫോട്ടോ ഉണ്ടായാൽ എന്നെ ജനങ്ങൾ ഓർക്കും. ഇല്ല. നിങ്ങൾ നോക്കൂ, സൽമാൻ രാജാവ് വന്നപ്പോൾ ഫഹദ് രാജാവിൻ്റെ ഫോട്ടോ പോയി, അബ്ദുള്ള രാജാവിൻ്റെ ഫോട്ടോ പോയി. അബ്ദുള്ള രാജാവ് വന്നപ്പോൾ ഫഹദ് രാജാവിൻ്റെ ഫോട്ടോ പോയി. പിന്നെ ആളുകൾക്ക് ആവശ്യമില്ല. ജനങ്ങൾ ഏറ്റെടുക്കുക എന്നത് ഫോട്ടോയിലൂടെയല്ല, പ്രതിമയിലൂടെയല്ല, പ്രതിഷ്ഠയിലൂടെയല്ല. ജനങ്ങൾ അവരെ ആരെയും അംഗീകരിക്കുന്നതും ഏറ്റെടുക്കുന്നതും അവരവരുടെ മികവ് കൊണ്ടല്ല, അധികാരത്തിന്റെ സ്വാധീനം കൊണ്ട്. എല്ലായിടത്തും എൻ്റെ ഫോട്ടോ ഉണ്ടായാൽ, പ്രതിമയുണ്ടായാൽ ഞാൻ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ആളാകും എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. അത് എൻ്റെ വക ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ രാജാക്കളെയും പരിശോധിക്കൂ നിങ്ങൾ. അവരവരുടെ വിലാസങ്ങൾ അടയാളപ്പെടുത്തിയില്ലേ? ആർക്ക് വേണം അവരെ? ആർക്ക് വേണം അവരെ? ലോകത്താരുടെ എല്ലാം പ്രതിമകളാണ് തകർക്കപ്പെട്ടു പോയത്. അങ്ങനെയൊന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാവില്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, പ്രവാചകരുടെ ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നത് പോലെ ലോകത്ത് ഒരാളുടെയും ചരിത്രം കുറ്റമറ്റ രീതിയിൽ രേഖപ്പെട്ട് കിടക്കുന്നില്ല. ഇത് മാത്രം പറയാൻ എത്ര നാള് വേണം? രേഖകൾ വേണം. പ്രിയമുള്ളവരെ, ആരെല്ലാം അതിനെതിരെ വിമർശനം ഉന്നയിച്ചോ അവർക്കെല്ലാം ലോകം മറുപടി നൽകിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയട്ടെ, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വായിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കപ്പെടുന്ന പോലെ ലോകത്ത് വേറെ ഒരാളും സ്നേഹിക്കപ്പെടുന്നില്ല. ലോകത്തിന് മുഴുവനും നേതാവായ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സദസ്സൊക്കെ ഉറങ്ങിപ്പോയോ? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ സ്നേഹിക്കപ്പെടുന്ന പോലെ ലോകത്ത് വേറെ ഒരാളും സ്നേഹിക്കപ്പെടുന്നില്ല. ഒരു സാധാരണ വിശ്വാസിയിൽ മതചിട്ടകൾ കുറവായിരിക്കാം ചിലപ്പോൾ, എന്നാലും അയാളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാരോടാണ്?
ഉമ്മയോടാണോ വാപ്പയോടാണോ? അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. എല്ലാവരും ഒരു സ്വലാത്തില്ലേ? അസ്സലാത്തു അലൻ നബി. ഒന്നുകൂടി ഒരു ആഫിയത്തോടെ സ്വലാത്തില്ല. നമ്മൾ ഇന്ന് ഈ പരിപാടി ഉണ്ടാക്കിയത് മുഹബ്ബത്തുർ റസൂലിന് വേണ്ടി മാത്രം. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അശ്ശഫീഇ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം സ്നേഹിക്കുന്നത് ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ ഉമ്മയേക്കാളല്ല വാപ്പയേക്കാൾ അല്ല എല്ലാവരെക്കാളും ഞങ്ങൾക്ക് സ്നേഹമാണ് എന്നത് കേവലമായ ഒരവകാശവാദമല്ല, ഒരലങ്കാര പ്രയോഗമല്ല. ഈ സമുദായത്തിലെ ആളുകൾ അതിനുള്ള സമർപ്പണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ കേവലമായ ഒരലങ്കാരമല്ല. ഓ, നിനക്ക് എൻ്റെ ജീവനാണോ നീ എന്ന് സാധാരണ മനുഷ്യന്മാര് സ്നേഹിക്കുന്നവരോട് പറയും. സാധാരണ ജനങ്ങൾ സ്നേഹിക്കുന്നവരോട് പറയും, നീ എൻ്റെ ജീവനാണ്. അങ്ങനെ പറയുന്ന പ്രയോഗമല്ല ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകാൻ തയ്യാറായ 1000 ആളുകളുടെ ചരിത്രം പറയാനുണ്ട്. സാങ്കല്പികമായ കഥകളല്ല, പ്രായോഗികമായി തെളിയിക്കപ്പെടുന്ന സ്നേഹസന്നിധാനങ്ങൾ. ആലങ്കാരികമായ സ്നേഹമല്ല, ഒരു കഥയിൽ വന്ന സ്നേഹമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകുമോ എന്ന ചോദ്യം ഇസ്ലാമിക ചരിത്രത്തോട് ചോദിച്ചു നോക്കുമ്പോഴാണ് അത്ഭുതകരമായ മറുപടികളാണ് ഇസ്ലാമിക ലോകത്തിന് നൽകാനുള്ളത്. കേവലമായ പ്രയോഗങ്ങളല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളെ ജീവനേക്കാൾ സ്നേഹമാണ് എന്നത് കേവലമായ ഒരു പ്രയോഗമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ഒരാളായ അബ്ദുല്ലാഹ് എന്ന അനുയായി വരികയാണ്. വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, എൻ്റെ വാപ്പാൻ്റെ തലയെടുക്കാൻ അവിടുന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? എൻ്റെ വാപ്പയെ കൊണ്ട് തങ്ങൾക്ക് വലിയ ശല്യമാണ്, തങ്ങളുടെ പ്രവർത്തനത്തിന് വലിയ പ്രയാസമാണ്. എൻ്റെ വാപ്പാൻ്റെ തലയെടുക്കാൻ തങ്ങൾ ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, അല്ലയോ മോനെ അബ്ദുല്ലാഹ്, എന്തേ നീ കംപ്ലൈന്റ് പറഞ്ഞു വരുന്നത്? നിന്റെ വാപ്പാന്റെ തലയെടുക്കാൻ ഞാൻ ഓർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല പരിഭവവും പറയാനാണോ വന്നത്? അല്ല നബിയേ, എൻ്റെ വാപ്പ വലിയ ശല്യക്കാരനാണെന്ന് എനിക്കറിയാം. എൻ്റെ വാപ്പയുടെ ഉടലിന്മേൽ തലയിരിക്കുന്നത് തങ്ങളുടെ പ്രസ്ഥാനത്തിനും പ്രവർത്തനത്തിനും തടസ്സമാണെങ്കിൽ, തലയെടുക്കൽ ആവശ്യമാണെങ്കിൽ അത് വേറെ ആരോടും പറയല്ലേ നബിയേ, അതെന്നോട് പറയണേ നബിയേ. അടുത്ത നിമിഷം ഞാനിവിടെ ഹാജരാക്കാം. എനിക്കെൻ്റെ വാപ്പയേക്കാൾ വലുത് തങ്ങളാണ് യാ റസൂലല്ലാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ മറുപടി പറയുകയാണ്, മക്കളെ കൊണ്ട് വാപ്പമാരെ കൊല്ലിക്കാൻ വന്ന പ്രസ്ഥാനമല്ല എന്റേത്. ഇത് കാരുണ്യത്തിന്റെ പ്രസ്ഥാനമാണ്, ഇത് നന്മയുടെ പ്രസ്ഥാനമാണ്, മാതാപിതാക്കളെ ആദരിക്കണം സ്നേഹിക്കണമെന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട അബ്ദുല്ലാ എന്ന് ശിഷ്യനോട് പറയുമ്പോൾ ആ ശിഷ്യന്റെ മനോഭാവം എന്താണ്? എനിക്കെൻ്റെ വാപ്പയേക്കാൾ വലുത് എൻ്റെ ഹബീബാണ്. ഇത് കേവലമായ ഒരു പ്രയോഗമല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോയ മഹാന്മാരില്ലേ, മുഹാജിറുകൾ എന്നാണ് അവരെ പറയുക. ആ മുഹാജിറുകളായ ആളുകൾ പ്രവാചകരുടെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് സ്വന്തം നാട് വിട്ടു പോകുന്നത്. ചിലർ ഭാര്യമാരെ ഒഴിവാക്കി പോകുന്നത്, ചിലർ ഭർത്താക്കളെ ഒഴിവാക്കി പോകുന്നത്, ചിലർ സന്താനങ്ങളെ ഒഴിവാക്കി പോകുന്നത്. അവരവരുടെ കോടാനുകോടിയുടെ സ്വത്ത് മുഴുവനും മക്കയിൽ ഒഴിവാക്കിയിട്ട് അവര് മദീനയിലേക്ക് യാത്ര ചെയ്തു പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടമാണ്. ഇതുപോലെ ഒരു നേതാവിന് വേണ്ടി സ്നേഹാർപ്പണം നടത്തിയ ഒരു ജനതയെ പറയാൻ, ഇതുപോലെ സ്നേഹമേറ്റുവാങ്ങിയ ഒരു നേതാവിനെ പറയാൻ ലോക ജനതയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടോ? നേതാക്കളുടെ ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ? ഇത് പൊതുവായി ആർക്കും വായിക്കാം. പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശ്വാസി ലോകം നൽകിയതുപോലെ, അവിടുത്തെ അനുയായികൾ ജീവിതകാലത്ത് നൽകിയതുപോലെ, സ്നേഹം നൽകിയതുപോലെ വേറെ ലോകത്ത് ഏത് നേതാവിന് വേണ്ടിയാണ് സ്നേഹം ലഭിച്ചിട്ടുള്ളത്? നമ്മൾ ഏത് രാജ്യത്ത് നിന്നാ സംസാരിക്കുന്നത്? പേഴ്സണൽ ഗാർഡിന്റെ വെടിയേറ്റ് വീണം പ്രധാനമന്ത്രി കഴിഞ്ഞുപോയ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും ഡൽഹിയിൽ അതിന്റെ സ്മാരകമുണ്ട്. പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ വെടിയേറ്റ് മരിച്ചു വീഴേണ്ടി വന്ന പ്രധാനമന്ത്രി കഴിഞ്ഞുപോയ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലെ ലോക ചരിത്രം മുഴുവനും നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിൽ ഒരു സെക്യൂരിറ്റി ഇല്ല. മദീനയിലേക്ക് മക്കയിൽ നിന്ന് കടന്നു വന്ന ആദ്യ നാളുകളിൽ ഹബീബായ തങ്ങളുടെ സ്വഹാബികൾ വന്ന് കാവൽ നിൽക്കും. ഒരുപാട് എതിരാളികൾ ഉള്ളതാണല്ലോ. ആൻമേരി ഷിമ്മൽ പ്രവാചക വായന നേരെയാണെന്ന് സ്ഥിരപ്പെടുത്താൻ അവരെഴുതിയ ഒരു കാര്യമാണിത്. പ്രവാചകരുടെ ജീവിതം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാനുള്ള ഘടകമേതാണ് എന്ന് അവരെഴുതി വെച്ചതായി കാണാൻ പറ്റും. ഏതൊക്കെ സിദ്ധാന്തങ്ങൾ പറഞ്ഞാലും അവരവരെ സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വാർത്ഥതയുള്ളവരായിരിക്കും. അങ്ങനെ ഞാൻ പ്രവാചകനെ കുറിച്ച് പഠിച്ചു നോക്കിയപ്പോൾ അതാ മദീനയിലേക്ക് വന്ന ആദ്യ നാളുകളിൽ പ്രവാചകരുടെ ശിഷ്യന്മാര് വന്ന് പ്രവാചകർക്ക് കാവൽ നിൽക്കുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു കാവൽ നിൽക്കുന്നവരിൽ ഒരാളാണ്. മുത്തുനബി തങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്ന സമയത്ത് അതാ ഇന്ന് നമ്മൾ റൗളയിലുള്ള ഒരു തൂണിന്റെ ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു കാവൽ നിൽക്കുമായിരുന്നു. മറ്റു സ്വഹാബികളും കാവൽ നിൽക്കുമായിരുന്നു, പ്രവാചകരെ ആരും ഒന്ന് ആക്രമിക്കാതിരിക്കാൻ. അപ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള വിശുദ്ധ വാക്യം വരുന്നത്, വല്ലാഹു യഅസിമുക മിനന്നാസ്. ഓ പ്രവാചകരെ, എല്ലാ ശത്രുക്കളിൽ നിന്നും തങ്ങളെ അള്ളാഹു കാത്തുകൊള്ളും എന്ന സൂക്തം അവതരിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാവിൻ്റെ പഴുതിലാണ് ഈ സൂക്തം അവതരിക്കുന്നത്. ഉടനെ ഖൈമയുടെ പുറത്തേക്ക് കൈ ആംഗ്യം കാണിച്ചിട്ട് കാവൽ നിൽക്കുന്ന സ്വഹാബിയെ വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സ്വഹാബി, അല്ലയോ കൂട്ടുകാരാ, നിങ്ങൾ വീട്ടിൽ പോയി ഉറങ്ങിക്കോ. ഉടനെ സ്വഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, ഞാൻ രാവിലെ വരെ കാവൽ നിൽക്കാൻ വേണ്ടി വന്നയാളാണ്. വേണ്ട വേണ്ട, നിങ്ങൾ പോയി ഉറങ്ങിക്കോ.
മറ്റൊരാൾ വന്ന് ഊഴമേൽക്കുന്നത് വരെ ഞാൻ നിന്നോട്ടെ, എന്നിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴും ഹബീബായ തങ്ങൾ പറഞ്ഞു, വേണ്ട. എന്തേ തങ്ങളെ, ഈ പാതിരാവിൻ്റെ പഴുതിൽ ഞങ്ങളൊരു ഉപചാരത്തിന് വേണ്ടി നിൽക്കുന്ന കാവൽക്കാര് വേണ്ടാന്ന് പറയുന്നത്? അവിടുന്ന് പറഞ്ഞു, വല്ലാഹു യഅസിമുക മിനന്നാസ്, അല്ലാഹു കാത്തുകൊള്ളും, ഒരു സെക്യൂരിറ്റിയുടെയും ആവശ്യമില്ലെന്ന സൂക്തം അവതരിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങൾക്കതിൽ ഉറപ്പാണ്. ഈ ഉറപ്പ് കണ്ടപ്പോഴാണ്, വായിച്ചപ്പോഴാണ് ആൻമേരി ഷിമ്മൽ അത്ഭുതപ്പെടുന്നത്. ലോകത്ത് ഒരുപാട് നേതാക്കളെ ഞാൻ വായിച്ചിട്ടുണ്ട്. അവരവരുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സ്വാർത്ഥമതികളാണ്. പ്രവാചകർ ഉറച്ച വിശ്വാസമുള്ള നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് നെഞ്ചോട് ചേർത്ത് വായിക്കാൻ ആൻമേരി ഷിമ്മലിന് കഴിഞ്ഞത് നബി ചരിത്രത്തിൻ്റെ വായനയാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാരായ പ്രവാചക ശിഷ്യന്മാർ അവരുടെ ജീവിതം നൽകാൻ റെഡിയാണ്, സമ്പത്ത് നൽകാൻ റെഡിയാണ്, എല്ലാം പ്രവാചകന് വേണ്ടി ത്യജിക്കാൻ തയ്യാറാണ്. ഇതുപോലെ ലോകത്തേതെങ്കിലും ഒരു ജനത ഒരു നേതാവിനെ ഏറ്റുവാങ്ങിയിട്ടുണ്ടോ എന്ന് ആഫ്രിക്കയെ വായിക്കൂ, യൂറോപ്പിനെ വായിക്കൂ, ഏഷ്യയെ വായിക്കൂ, കഴിഞ്ഞുപോയ മുഴുവൻ ലീഡേഴ്സിനെയും വായിക്കൂ, നായകന്മാരെയും വായിക്കൂ. ഒരാളെയും കാണാൻ പറ്റൂല. ഇങ്ങനെ ഒറ്റപ്പെട്ട പേഴ്സണാലിറ്റിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം വായിക്കട്ടെ. ഇസ്ലാമിനെ കുറിച്ച് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആരോപണം പറയുന്നവർ വായിക്കട്ടെ. അവർ ഇസ്ലാമിനെ പഠിക്കണം. വേറെയുള്ള സംഹിതകൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ മതത്തെ നോക്കണ്ട എന്നാണെങ്കിൽ, ഇസ്ലാമിനെ പറയാനുള്ളത് നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കണം, പ്രവാചകരെ വായിക്കണം. പ്രവാചകരെ വായിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ആ പ്രവാചക ജീവിതത്തെ അറിയാനാവുക. ഇവിടെ നല്ല ഒരു ബുക്ക് ഫെയർ ഉണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള നല്ല പുസ്തകങ്ങളുണ്ട്. നമ്മുടെ നക്രാജ ഉസ്താദ് അവർകൾ ഈ വേദിയിലുണ്ട്. മഹാനവറുകൾ എഴുതി IPB പ്രസിദ്ധീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമുണ്ട്. അതുപോലെ ഇപ്രാവശ്യം SSF പരീക്ഷയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനം എന്ന പുസ്തകമുണ്ട്. അതുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ഗ്രന്ഥമുണ്ട്. അതെല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങണം. ലോകം മുഴുവനും പ്രവാചകരെ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോഴാണ് ഹബീബായ തങ്ങളെപ്പോലെ ലോകത്ത് സ്നേഹം അനുഭവിച്ച ഒരാളെയും കാണാനില്ല. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്നു വീണ ഒരു കുഞ്ഞിനോട് സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ചോദിക്കുക, മോനെ നിനക്ക് ഏറ്റവും വലിയ സ്നേഹമാരോടാണ്? ആ മോനും പറയാനുള്ളത് എന്താണ്? जान दे दो वअदे दीदार पर लुत्फों का आम हो ही जाएगा साइलो दामन सखी का धाम लो कुछ न कुछ इनाम हो ही जाएगा. പ്രവാചകരോടുള്ള സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. ഓരോ മുസ്ലിം വീട്ടിലെയും വാപ്പയും ഉമ്മയും മകനോട് പറയുന്നത്, മോനെ എന്നെക്കാളും മുത്തുനബിയെ സ്നേഹിക്കണം. ഇങ്ങനെ പറയുന്ന ഒരു ജനത എവിടെ? എൻ്റെ വീട്ടിലെ എൻ്റെ കുഞ്ഞോമന മക്കളോട് ഞാൻ പറയണത്, മോനെ എന്നെയും നിന്റെ ഉമ്മയും സ്നേഹിക്കുന്നതിനേക്കാൾ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ഏത് സൊസൈറ്റിയിൽ ഏത് ജനത അമ്മിഞ്ഞ പാലിന്റെ കൂടെ ലയിപ്പിച്ചു കൊടുക്കുന്നത് ഏതെങ്കിലും അപകടവാദത്തിന്റെ വിചാരങ്ങളല്ല. ലോകത്തെ ഉത്തമമായ പ്രമേയം പ്രവാചകരോടുള്ള പ്രണയമാണ്. അമ്മിഞ്ഞ പാലിൻ്റെ കൂടെ ലയിപ്പിച്ച് കുഞ്ഞോമന മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജനിച്ച് വീഴുന്ന ഉടനെ അതാ ഒരു മുസ്ലിം കുഞ്ഞിൻ്റെ കാതിലേക്ക് മുഴങ്ങുന്നത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കുട്ടി അവിടുന്ന് പരിചയപ്പെടുകയാണ്. ലേബർ റൂമിന്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഉമ്മയാരെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ആ കുട്ടിക്ക് പേരിട്ടിട്ടില്ല. ആ കുട്ടിയുടെ വാപ്പാന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിന് മുമ്പേ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങളുടെ പേരാണ്. വലതു കാതിലും ഇടതു കാതിലും ഈ 2 പ്രാവശ്യമല്ലെങ്കിൽ വാങ്ങും ഇഖാമത്തുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ആവർത്തികൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇളം മനസ്സുകളിൽ ലയിച്ചു വരുന്നത് കാരുണ്യത്തിൻ്റെ നേതാവാണ്. ഇതുപോലെ പ്രണയമേറ്റുവാങ്ങിയ ഒരു നേതാവിനെ ലോക ജനതയിൽ വായിക്കാനുണ്ടോ? ഏതു മതവിഭാഗത്തിനാണ്, ഏതു ജനവിഭാഗത്തിനാണ് ഇതുപോലെ ഒരു നേതാവിനെ പറയാനുള്ളത്? ഇങ്ങനെ 50ഓളം പോയിന്റുകൾ എണ്ണി പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊതുവായി വായിക്കാൻ ഒരുങ്ങിയാൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ SS അക്കാദമിക് കോൺഫറൻസിൽ നമ്മുടെ വിദ്യാർത്ഥികൾ തിരിച്ചും മറിച്ചും സൂക്ഷ്മമായ പഠനം നടത്തിയത്, അല്ലെങ്കിൽ അവതരിപ്പിച്ച പേപ്പറുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൻ്റെ സോഴ്സുകളെ കുറിച്ചാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൻ്റെ അവലംബങ്ങളേതെല്ലാം ഇതിങ്ങനെ എണ്ണിപ്പടിച്ച് പുതിയ കാലത്ത് വീണ്ടും വായിക്കുമ്പോൾ ഇത്രമേൽ അനുരാഗമേറ്റുവാങ്ങിയ ഒരു നേതാവുമില്ല. പ്രിയമുള്ളവരെ, സദസ്സിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകമെങ്കിലും പൂർണ്ണമായി വായിച്ച എത്ര പേര് ഈ സദസ്സിലുണ്ടാവും? കൈവക്കാൻ ഞാൻ പറയണില്ല. പ്രായമുള്ള ഒരു ഉപ്പമാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജീവിതം പറയുന്ന ഒരു പുസ്തകം ഞാൻ പൂർണ്ണമായി വായിച്ചു തീർത്തിട്ടുണ്ട് എന്ന് സമാധാനിക്കാൻ പറ്റുന്ന എത്ര ആളുണ്ടെന്ന് ആലോചിക്കുക. ദിവസേന പത്രം വായിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ റെഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോകമല്ല ഇന്ന് പൊതുമാധ്യമങ്ങളുടെ കൂടെയാണ്. എന്നാൽ എൻ്റെ ഹബീബായ തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകമെങ്കിലും ഞാൻ വായിച്ചു എന്ന് സമാധാനിക്കാൻ പറ്റണ എത്ര ആളുണ്ട്? നിങ്ങളോട് കൈവക്കാൻ ഞാൻ പറയണില്ല. തൊട്ടപ്പുറത്ത് IPBയുടെ പുസ്തകമേളയുണ്ട്. പോകുമ്പോൾ എല്ലാവരും വാങ്ങിയിട്ടേ പോകാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വ്യത്യസ്ത പുസ്തകങ്ങൾ ഉണ്ട്. അതിൽ മുത്തുനബി തങ്ങളെക്കുറിച്ചുള്ള ഒരു ബുക്കെങ്കിലും വാങ്ങിക്കൊണ്ടു പോകണം. അത് വായിച്ചു തീർക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അവിടുത്തെ കുടുംബം, അവിടുത്തെ മക്കൾ, അവിടുത്തെ ഓരോന്നും നമ്മൾ വായിച്ചറിയണം. എൻ്റെ മകൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നതിനേക്കാൾ വേഗം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ പേര് പറയാനാവണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കപ്പെടുന്ന പോലെ ലോകത്ത് വേറെ ഒരാൾ സ്നേഹിക്കപ്പെടുന്നില്ല. അതല്ലേ, അത് കേവലമായ ഒരു അവകാശവാദമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബയെ മുഴുവനും നോക്കിയാൽ അവർ ജീവൻ അർപ്പിക്കുകയാണ്. ഉദാഹരണം ഞാനിവിടെ എണ്ണേണ്ടതില്ല. ഒന്നാമത്തെ ഉദാഹരണമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വന്തം ജീവിതം അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ എൻ്റെ ജീവിതം പോട്ടെ, എൻ്റെ ഹബീബിനൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് സ്വന്തം ജീവിതം മുന്നിലർപ്പിക്കാൻ തയ്യാറായ നേതാവാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഒരു സമയമല്ല, പല സമയം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റെഡിയാണ് ജീവിതം നൽകാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റെഡിയാണ് ജീവിതം നൽകാൻ. അലി റളിയല്ലാഹു അൻഹു അതേ ഹബീബായ തങ്ങളുടെ വിരിപ്പിൽ കിടക്കുകയാണ്.
തങ്ങളാണെന്ന് കരുതി ഒരുപക്ഷെ ആളുകൾ വന്ന് വെട്ടിക്കൊലപ്പെടുത്തിയേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്തും ജീവിതം പണയം വെച്ചുകൊണ്ട് കിടന്ന നേതാവാണ് അലിയുനിൽ മുർത്തള. ചരിത്രം പറയേണ്ടതില്ലല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന രാത്രിയിൽ തങ്ങളുടെ കിടക്കയിൽ തങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് എതിരാളികളെ അറിയിക്കാൻ വേണ്ടി തങ്ങളുടെ വിരിപ്പിൽ കിടന്ന അലി റളിയല്ലാഹു അൻഹു ജീവിതം നൽകുകയാണ്. ഇതുപോലെ ജീവാർപ്പണം നടത്തിയിട്ട് കാത്തുരക്ഷിക്കാൻ വേറെ ഒരു നേതാവിൻ്റെ മുമ്പിലും ആരും തയ്യാറായിട്ടില്ല. മാഷാ അല്ലാഹ്. ഇനിയും നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ വിശ്വാസികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പൊതുവായനക്കൊരുങ്ങിയാൽ ആ നബിതങ്ങളെ ലോകം വായിക്കട്ടെ, പൊതുവായി ഒന്ന് വിലയിരുത്തട്ടെ. എന്നാൽ കാണാൻ പറ്റുന്നതാണ്, പ്രവാചകരെ അനുകരിക്കുന്നത് പോലെ പിൻപറ്റുന്നത് പോലെ തുടരപ്പെടുന്ന ഒരു നേതാവിനെയും ലോകത്ത് കാണാനില്ല. തുടരപ്പെടുന്ന ഒരു നേതാവിനെയും കാണാനില്ല. ഈ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ കേൾക്കാണ്ടായി പോകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടരപ്പെടുന്നത് പോലെ ലോകത്ത് തുടരപ്പെടുന്ന ഒരു നേതാവിനെയും നമുക്ക് കാണാനില്ല. എന്താണെന്നറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളെ കോടാനകോടി ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ പിന്തുടരുകയാണ്. പിന്തുടരുക. വല്ലഭായി പട്ടേലിനെ പിന്തുടരുന്ന എത്ര പാർട്ടിക്കാരുണ്ട്? പട്ടേലിനെ ഇപ്പം വേറെ പാർട്ടിക്കാർ അടിച്ചുകൊണ്ട് പോയി എന്നാ തോന്നണത്. ഏതായാലും ഇരിക്കട്ടെ, അദ്ദേഹം നടന്ന പോലെ നടക്കണം, അദ്ദേഹം ഇരുന്ന പോലെ ഇരിക്കണം, അദ്ദേഹത്തെ പോലെ ആകണം എന്ന് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവിടെ ഗാന്ധിയന്മാരുണ്ടാവാം. ഗാന്ധിയെ എത്ര ശതമാനം അവർ പിന്തുടരുന്നു? അതുപോലെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുള്ളവരുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞും അറിയാതെയും എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ നിത്യജീവിതത്തിൽ കരുതിക്കൂട്ടിയല്ലാതെ ഒരുപാട് പിന്തുടർച്ച പ്രവാചകരോട് നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തുടരപ്പെടുന്ന ഒരു നേതാവ് എവിടെ? പ്രിയമുള്ളവരെ, അറിയുമോ? എൻ്റെ നഖം വളർന്നു കിടക്കുകയാണ്, ഒന്ന് നഖം മുറിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇന്നത്തെ ദിവസം ഏതാണ്? ബുധനാഴ്ചയാണ്. ബുധനാഴ്ച എൻ്റെ ഹബീബ് നഖം മുറിക്കാറില്ല. ഈ ആലോചനയിൽ ബുധനാഴ്ച നഖം മുറിക്കാതിരിക്കുന്ന എത്ര ആളുകളാണ്? ഇന്ന് വ്യാഴാഴ്ചയാണ്. എൻ്റെ ഹബീബ് നഖം മുറിക്കാറുള്ള ദിവസങ്ങളിൽ ഒന്നാണ്. ഞാനും നഖം മുറിച്ചേക്കാം. നൈൽ കട്ടറെടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ആലോചന വരികയാണ്, ഏത് വിരലിലെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത്? അഥവാ 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ലോക ഗുരുവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഖം മുറിക്കുന്ന നേരത്ത് ആദ്യം ഏത് വിരലിലെ നഖമാണ് മുറിച്ചിരുന്നത്? അതേ, വലതു കൈയിലെ ചൂണ്ടുവിരലിലെ നഖമാണ് മുറിച്ചിരുന്നത്. അങ്ങനെ തുടർന്നിട്ട് കൃത്യമായി ജീവിതത്തിലേക്ക് പകർത്തുകയാണ്. ഇതൊരാളുടെ പകർപ്പല്ല. ഓ കോടാനകോടി വിശ്വാസികളുടെ നിത്യജീവിതത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിൽ വരെ പ്രവാചകരെ അനുകരിക്കുകയാണ്. ഇതുപോലെ അനുകരിക്കപ്പെടുന്ന ഒരു നേതാവ് എവിടെ?
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം തങ്ങൾ ലോകത്ത് ഇത്രമേൽ ഹൃദയം കീഴടക്കിയ ഒരു നേതാവിനെ കാണാനില്ല. ഇത്രമേൽ ചരിത്രം രേഖപ്പെട്ട ഒരു നേതാവിനെ കാണാനില്ല. ഇത്രമേൽ അനുകരിക്കപ്പെടുന്ന ഒരു നേതാവിനെ കാണാനില്ല.